ചോരച്ചാൽ നീന്തിയ ഒരു തീക്കുതിരയുടെ മടുപ്പും വെറുപ്പും ഉളവാക്കുന്ന കഥ തള്ളുതമ്പ. കേരനാട്ടിലെ പേട്ടുതെങ്ങിന്തോപ്പ് വിവരമില്ലായ്മ അലങ്കാരമാക്കിയവരുടെ സ്വന്തം തോപ്പ്. ആ തോപ്പിലെ തള്ളുവേന്ദ്രനാണ് നമ്മുടെ കഥാനായകൻ. അദ്ദേഹം മഹാതള്ളൻ മാത്രമല്ല, ഭൂതരൂപനാണയാൾ പാപപങ്കിലൻ. തേരിൽ നിന്നു ഭൂമി തൊടാ വേന്ദ്രനാണവൻ. ഏവരും പുകഴ്ത്തി പാടാൻ ആഗ്രഹിക്കുമോൻ. സർവദുർഗുണങ്ങളും തികഞ്ഞ തോൽവിയാ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഞാൻ പറഞ്ഞില്ലേ, അന്വേഷണം നടക്കട്ടെ, വിവരങ്ങൾ കിട്ടട്ടെ എന്താണെന്നുള്ളത്. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. കേട്ടില്ലേ? നിങ്ങൾക്ക് കേൾപ്പിക്കാൻ എന്തെങ്കിലും തകരാറുണ്ടോ? ആ ശരി, എന്നാ അത് മതി. മതി. കൂടുതൽ തകരാറ് കാണിച്ച മരപ്പട്ടിയെ മുള്ളിച്ച പിപ്പിടി എടുത്തങ്ങ് പ്രയോഗിക്കും കേട്ടല്ലോ. ഗാസയിൽ പ്രശ്നം, മാലദ്വീപിൽ പ്രശ്നം, അങ്ങനെ എത്രയെത്ര പ്രശ്നങ്ങൾ എൻ്റെ ഭരണപരിധിയിൽ വരുന്നു. അതൊന്നും ആർക്കും ചോദിക്കണ്ട. മാസപ്പടി, പെൻഷൻ, സാമ്പത്തിക പ്രതിസന്ധി, ഇതൊക്കെ പറഞ്ഞൊരാവശ്യമില്ലാത്ത കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് വരുന്നു. എന്താ നമ്മുടെ പേര്? UDF-ഉം LDF-ഉം തന്നെയാണ് പ്രധാനമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ LDF ആണ് മികച്ച വിജയം കരസ്ഥമാക്കാൻ പോകുന്നത്. BJPക്ക് കനത്ത രീതിയിലുള്ള പുറകോട്ട് പോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയും ചെയ്യും. തീരാത്ത തള്ള് തേയും വരെ തുടരും. തേഞ്ഞൊട്ടുമ്പോ ക്യാപ്സ്യൂളിന്റെ തുണ തേടും. കുതിര എത്ര മുതിര തിന്നതാ. നാഷണൽ ഹൈവേ വികസനം എന്നത് സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണ് എന്ന് ഒരു തരത്തിൽ പറയാം. ഒരു തരത്തിലും ജീവിക്കാനാവാത്ത അവസ്ഥ സ്വന്തം നാട്ടിൽ ഉണ്ടാക്കിയെങ്കിൽ എന്താ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും റോഡ്, റെയിൽ, വിമാനത്താവള, തുറമുഖ വികസനങ്ങളെല്ലാം സാധ്യമാക്കിയില്ലേ? അഭിമാന പദ്ധതികൾ ഏറ്റെടുക്കപ്പെടും എന്നൊരു ബോർഡ് കഴുത്തിലിട്ട് ഒന്ന് ലോകം ചുറ്റുനോക്ക്. ചിലപ്പോൾ അമേരിക്കയിലെയും അറേബ്യൻ രാജ്യങ്ങളിലെ എല്ലാം ഭരണ നേട്ടങ്ങൾ അവരിഷ്ടദാനം എഴുതി തന്നാലോ. കഴിവുള്ളവരുടെ നേട്ടങ്ങൾ ഓട്ടയിട്ട് ഊറ്റിയെടുക്കാനും നാണമില്ലാതെ അത് പൊതുസഭയിൽ വിളമ്പാനും തൊലിക്കട്ടിയുള്ള സ്ഥിതിക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ കാരണാഭൂത വൈഭവത്തെ വ്യാപിപ്പിച്ചുകൂടെ? എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരിക്കിട്ട് തട്ടാനല്ലേ? പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ഭരണഘടനയുടെയും താല്പര്യങ്ങൾ ഹനിക്കുന്നതാണ്. അത് കേരളത്തിൽ നടപ്പാക്കില്ല. തള്ളിമറിച്ച് അടിമകളെയും പറ്റിച്ചോണ്ട് ഇവിടെ ഇരുന്നോ, കേന്ദ്രം അത് നടപ്പിലാക്കിക്കൊള്ളും എന്നൊക്കെയാ നമ്മുടെ ശത്രുക്കൾ പറയുന്നത്. അമിത്ഷായും അതാ പറയുന്നതെന്ന് തോന്നുന്നു. नागरिकता के बारे में कानून बनाने का अधिकार केवल और केवल भारत की संसद को दिया गया है. एक केंद्र का विषय है, केंद्र और राज्यों का साझा विषय नहीं है. വോട്ടിന് വേണ്ടി തള്ളി പുളകാൻ കൊള്ളണ്ട എന്നല്ലേ അങ്ങുന്നേ അതിന്റെ ധ്വനി. മാത്രമല്ല, നമ്മൾ ഉറപ്പ് പറഞ്ഞതെല്ലാം വെള്ളത്തിൽ വരച്ച പോലെ ആയ സ്ഥിതിക്ക് നമ്മുടെ വാക്ക് നാട്ടുകാർ വിശ്വസിക്കുകയില്ലല്ലോ. എന്ത് പറഞ്ഞാലും കേന്ദ്രത്തെ ചാരി ദാ ഈ ഗതിയിലായി. പൗരത്വ ബില്ലിനെതിരെ സമരം ചെയ്തവരിപ്പോഴും കോടതി കയറി ഇറങ്ങുക. ആ സ്ഥിതിക്ക് തള്ളു തൊള്ളേ നിറക്കി തൽക്കാലം മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്. CPM-ന്റെ നയങ്ങളിലും പരിപാടികളിലും സംഘടനാ ക്യാമ്പയിനുകളിലുമെല്ലാം ആകർഷകരായി നിരവധി ആളുകൾ അടുത്ത കാലത്ത് CPM-ന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഈ കലാപരിപാടിക്ക് ഇവർക്ക് വിദഗ്ധരുടെ കോച്ചിങ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, കാഷ്ടത്തിൽ ആകൃഷ്ടരാകുന്ന കീടങ്ങൾ ഉണ്ടെന്ന വാസ്തവത്തിൽ അധിഷ്ഠിതമായി ചിന്തിച്ചാൽ ഈ പരാമർശം പൂർണ്ണമായും തള്ളായി കാണാനും ആവില്ല. CPM-ലേക്ക് ആളുകൾ വരുന്നത് CPM-ന്റെ നയത്തിലും പരിപാടിയിലും ആകർഷകരായിട്ടാണ്. അതുപോലെ തന്നെ സമരങ്ങളിലും പോരാട്ടങ്ങളിലും ആകർഷകരായിട്ടാണ്. അങ്ങനെ നിരവധി ആളുകൾ അടുത്ത കാലത്ത് CPM-ലേക്ക് ഒഴുകി വരുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്.
ഒഴുകി വന്നടിഞ്ഞവരുടെ പോരാട്ട വീര്യം പ്രസ്ഥാനത്തിനിപ്പോൾ വലിയ തലവേദനയാണെന്നാണല്ലോ അരുണകുമാര കേൾക്കുന്നത്. ഷാജിയുടെ ആത്മഹത്യ SFIയുടെ കിരാത കൊലപാതകമാണ് എന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതല്ല, ഇതൊരു കൊലപാതകമാണ്. SFI ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് ഈ കൊലപാതകം എന്നാണ് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. രക്ഷാപ്രവർത്തനത്തിന് ആഹ്വാനം കൊടുത്ത് ഇപ്പൊ കുട്ടേലും മട്ടിയിലും ഒതുങ്ങാത്ത പരുവമായി. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. വണ്ടി എടുക്കട്ടെ മോളെ. Hey madam, you know one thing?